2008 കേരളത്തിൽ നടന്നൊരു സംഭവം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അന്ന് 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ മതമില്ലാത്ത ജീവൻ എന്നൊരു അധ്യായമുണ്ടായിരുന്നു. ഒരു കുട്ടിയെ സ്കൂളിൽ ചേർക്കുമ്പോൾ അച്ഛനും അമ്മയും അവൻ്റെ ജാതിയും മതവും എഴുതാൻ വിസമ്മതിക്കുന്നതായിരുന്നു കഥ. അന്നതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടന്നു. പുസ്തകങ്ങൾ പരസ്യമായി കത്തിച്ചു. പക്ഷേ അത്ര വലിയ പ്രതിപക്ഷ സമ്മർദ്ദം ഉണ്ടായിട്ടും അന്നത്തെ ഇടതുപക്ഷ സർക്കാർ ആ പുസ്തകം പൂർണ്ണമായി പിൻവലിച്ചില്ല. എന്നാൽ ഇന്ന് അതേ ഇടതുപക്ഷത്തെക്കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന ഒരു പുതിയ വാക്കുണ്ട്: റൈറ്റ് വേർഡ് ഷിഫ്റ്റ് പാർട്ടി, അഥവാ വലതുപക്ഷ നിലപാടുകളിലേക്ക് ഒരു ചെറിയ ചരിവുണ്ടോ എന്നുള്ളൊരു സംശയം. അധികാരം നിലനിർത്താൻ വേണ്ടി അവർ തങ്ങളുടെ പഴയ വിപ്ലവ വീര്യമെല്ലാം ഉപേക്ഷിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലേക്ക് വീണുപോയോ എന്നാണ് അവരുടെ സംശയം. അതോ കേരളത്തെ ഇന്നത്തെ രീതിയിലാക്കിയ വലിയ പരിഷ്കാരങ്ങളുടെ പാരമ്പര്യം അവർക്ക് ഇപ്പോഴും ഉണ്ടോ? നമുക്ക് പരിശോധിക്കാം. പണ്ടൊക്കെ സ്വന്തം ഭരണം പോയാലും കുഴപ്പമില്ല, ജനങ്ങൾക്ക് ഗുണമുള്ള വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരണം എന്നായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലൈൻ. എന്നാൽ ഇന്ന് തുടർച്ചയായ ഭരണം കിട്ടുക, അധികാരം നിലനിർത്തുക എന്നതിലേക്ക് കാര്യങ്ങൾ മാറിയപ്പോൾ പാർട്ടിയുടെ രീതികളും മാറി. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശബരിമല സ്ത്രീ പ്രവേശന വിഷയം. തുടക്കത്തിൽ പുരോഗമന ചിന്തകൾ പറഞ്ഞ് സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ആവേശം കാണിച്ച സർക്കാർ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ വോട്ട് ചോർന്നതോടെ പേടിച്ചുപോയി. പിന്നീട് കണ്ടത് തികച്ചും വ്യത്യസ്തമായ കാഴ്ചയാണ്. വോട്ട് തിരിച്ചു പിടിക്കാൻ വേണ്ടി NSS പോലുള്ള സാമുദായിക സംഘടനകളെ കൂട്ടുപിടിക്കാനും പഴയ നിലപാടുകളിൽ പരസ്യമായി സങ്കടം പ്രകടിപ്പിക്കാനും ഇടത് നേതാക്കൾ തന്നെ മുന്നോട്ട് വന്നു. അയ്യപ്പ സംഗമവും മറ്റൊരു ഉദാഹരണമാണ്. വിശ്വാസി വോട്ടുകൾ തങ്ങൾക്കെതിരെ തിരിയാതിരിക്കാൻ പാർട്ടി തങ്ങളുടെ മതേതര നിലപാടുകളിൽ നിന്നും പിന്നോട്ട് പോയി. ഇത് മാത്രമല്ല, പല മതപരമായ ആവശ്യങ്ങൾക്ക് കോടികൾ അനുവദിക്കുക, മുന്നോക്ക വികസന കോർപ്പറേഷൻ വഴി പ്രത്യേക വോട്ട് ബാങ്കുകളെ കയ്യിലെടുക്കുക തുടങ്ങി മറ്റ് വലതുപക്ഷ പാർട്ടികൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് ഇടതുപക്ഷവും ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെയൊക്കെ രാഷ്ട്രീയ മാറ്റങ്ങൾ നടക്കുമ്പോഴും നമ്മൾ മറക്കാൻ പാടില്ലാത്ത മറ്റൊരു വശമുണ്ട്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകത്തിന് തന്നെ മാതൃകയായ ഈ കേരളം ഉണ്ടായതിന് പിന്നിൽ ഇടതുപക്ഷ സർക്കാരുകൾ കൊണ്ടുവന്ന ചില ചരിത്രപരമായ തീരുമാനങ്ങളുണ്ട്. ഭരണം പോയാലും കുഴപ്പമില്ല എന്ന് കരുതി അവർ ചെയ്ത പ്രധാനപ്പെട്ട കുറച്ച് പരിഷ്കാരങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഭൂപരിഷ്കരണം. 1957 ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ കാലത്താണ് ഇതിന് തുടക്കമിടുന്നത്. അക്കാലത്ത് കേരളത്തിലെ ഭൂരിഭാഗം ഭൂമിയും ജന്മികളുടെ കയ്യിലായിരുന്നു. പാവപ്പെട്ട കർഷകർ വെറും അടിമകളെ പോലെയായിരുന്നു. എന്നാൽ ഇടതുപക്ഷ സർക്കാർ കർഷകന് മണ്ണ് എന്ന നിയമം കൊണ്ടുവന്നു. ജന്മികളുടെ കയ്യിലിരുന്ന അധിക ഭൂമി സർക്കാർ ഏറ്റെടുത്ത് പാവപ്പെട്ട കർഷകർക്ക് വീതിച്ചു നൽകി. ഒരു സാധാരണക്കാരന് സ്വന്തമായ ഒരു സെന്റ് മണ്ണും അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശവും കിട്ടിയത് ഇതിലൂടെയാണ്. വിദ്യാഭ്യാസ പരിഷ്കരണം. പണ്ട് വിദ്യാഭ്യാസം എന്നത് കാശുള്ളവർക്ക് മാത്രമുള്ള ഒന്നായിരുന്നു. സ്വകാര്യ സ്കൂൾ മാനേജ്മെൻറ്റുകൾ അധ്യാപകരെ ചൂഷണം ചെയ്തിരുന്നു. 1957 ജോസഫ് മുണ്ടശ്ശേരി കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ലിലൂടെ സ്കൂളുകൾക്ക് കൃത്യമായ നിയമങ്ങൾ ഉണ്ടാക്കി. അധ്യാപകർക്ക് സർക്കാർ നേരിട്ട് ശമ്പളം നൽകാൻ തുടങ്ങി. പാവപ്പെട്ട കുട്ടികൾക്കും സൗജന്യമായി പഠിക്കാനുള്ള അവസരമൊരുങ്ങി. ഇന്ന് കേരളം കൈവരിച്ച 100% സാക്ഷരതയുടെ തറക്കല്ല് അന്നാണ് പാകിയത്. ജനകീയാസൂത്രണം അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ. 1996 EK നയനാർ സർക്കാരിൻ്റെ കാലത്താണ് ഇത് വരുന്നത്. വികസനത്തിനുള്ള പണം തിരുവനന്തപുരത്തിരിക്കുന്ന മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരുമാണ് അതുവരെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ജനകീയാസൂത്രണം വന്നതോടെ സംസ്ഥാനത്തെ വികസന ബജറ്റിൽ വലിയൊരു പങ്ക് നേരിട്ട് പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും നൽകി. തങ്ങളുടെ നാട്ടിലെ റോഡും കുടിവെള്ളവും നാട്ടുകാർക്ക് നേരിട്ട് തീരുമാനിക്കാനുള്ള അധികാരം ഈ നിയമത്തിലൂടെയാണ് കിട്ടിയത്. അടുത്ത കാലത്ത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന ലൈഫ് മിഷൻ ഭവന പദ്ധതിയും സർക്കാർ സ്കൂളുകളെ ഹൈടെക് ആക്കിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും കോവിഡ് കാലത്തെ സൗജന്യ കിറ്റുകളും ക്ഷേമ പെൻഷനുകളും ജനങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്നു. ഭരണം പോയി ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഇടതുപക്ഷത്തിന് ഇനി എങ്ങനെ ജനങ്ങളിലേക്ക് തിരികെ എത്താം? ഭരണപക്ഷത്തിൻ്റെ തെറ്റുകൾ വിളിച്ചു പറയുന്ന ഒരു വെറും സാധാരണ പ്രതിപക്ഷമായാൽ മതിയോ? പോരാ. ജനകീയ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള തെരുവ് സമരങ്ങളിലേക്കും തിരിച്ചു പോവുക. ഭരണപക്ഷത്തിൻ്റെ അഴിമതികളും ജനദ്രോഹ നയങ്ങളും കേവലം പത്രസമ്മേളനങ്ങളിൽ ഒതുക്കാതെ പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തതുപോലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് താഴെത്തട്ടിൽ ശക്തമായ ജനകീയ സമരങ്ങൾ സംഘടിപ്പിക്കുക. വിലകയറ്റം, തൊഴിലില്ലായ്മ, കർഷകരുടെ പ്രശ്നങ്ങൾ എന്നിവയിൽ ജനങ്ങളുടെ ശബ്ദമായി മാറുക. പൊതു സംവിധാനങ്ങളുടെ കാവലാളാവുക. ഇടതുപക്ഷ സർക്കാർ ഉണ്ടാക്കിയെടുത്ത സർക്കാർ സ്കൂളുകൾ, സർക്കാർ ഹോസ്പിറ്റലുകൾ, ലൈഫ് മിഷൻ വീടുകൾ, ക്ഷേമ പെൻഷനുകൾ എന്നിവ പുതിയ സർക്കാർ അട്ടിമറിക്കുന്നുണ്ടോ എന്ന് കൃത്യമായി നിരീക്ഷിക്കുക. ഈ പൊതു സംവിധാനങ്ങൾ എന്തെങ്കിലും ദോഷം വന്നാൽ അതിനെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാട്ടം നയിച്ച് പാവപ്പെട്ടവൻ്റെ കാവലാളായി പ്രതിപക്ഷം നിൽക്കണം. ജനങ്ങളോട് സംസാരിച്ച് തെറ്റുകൾ തിരുത്തുക. ജാതിമത സംഘടനകളുടെ ഓഫീസുകൾ കയറിയിറങ്ങി അവരെ അനുനയിപ്പിക്കുന്നതിന് പകരം പൂർണ്ണമായി ഉപേക്ഷിക്കുക. ഇതിനു പകരം നാട്ടിലെ വായനശാലകൾ, കവലകൾ, തൊഴിലിടങ്ങൾ എന്നിവ വഴി സാധാരണ ജനങ്ങളോട് നേരിട്ട് സംസാരിക്കുക. തങ്ങൾക്ക് പറ്റിയ വീഴ്ചകൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞ് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഒപ്പം നിർത്തുക.
ജനങ്ങൾ കൂടെ ഉണ്ടാകുമ്പോൾ ജാതിമത സംഘടനകളുടെ പിന്തുണ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. അധികാരം എപ്പോഴും വരികയും പോവുകയും ചെയ്യും. എന്നാൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സ്വന്തം ആദർശങ്ങൾക്ക് ഉറച്ചു നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോഴാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് വീണ്ടും കയറുന്നത്. ചിതറിക്കിടക്കുന്ന ഇടത് ശക്തികൾ ഒന്നിച്ചൊറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ വരും കാലങ്ങളിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിന് ശക്തമായ ഒരു ബദൽ ഉയർത്താൻ ഇടതുപക്ഷത്തിന് കഴിയൂ. വോട്ട് ബാങ്കിന് പിന്നാലെ പോകാതെ പണ്ട് തങ്ങൾ ചെയ്തതുപോലെ മണ്ണ്, വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യം തുടങ്ങിയ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന യഥാർത്ഥ ഇടത് രാഷ്ട്രീയത്തിലേക്ക് പാർട്ടി തിരിച്ചു പോകണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.